ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിനെതിരെ കർണാടക ഹൈക്കോടതി കേസ് ഫയൽ ചെയ്തു. കോടതി അലക്ഷ്യത്തിനാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അതായത് 2017-18 കാലഘട്ടങ്ങളിൽ തന്നെ സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. രാജ്യത്ത് ഒരു നേഴ്സിംഗ് കോളേജിനും അംഗീകാരം നൽകാൻ INC-ക്ക് യോഗ്യതയില്ല, അല്ലെങ്കിൽ INC ലിസ്റ്റിന് ബേസ് ചെയ്തിട്ടല്ല രാജ്യത്ത് ഒരു നേഴ്സിംഗ് കോളേജിൽ പ്രവർത്തിക്കേണ്ടതെന്നുള്ള സുപ്രീം കോടതി വിധിയുണ്ട്. ആ വിധി ഉള്ളപ്പോൾ തന്നെ പല തവണയായിട്ട് INC ഇപ്പൊ കഴിഞ്ഞിടയ്ക്കും ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ കണ്ടിന്യൂസ്ലി കോളേജുകളിൽ അംഗീകാരം എന്ന് പറഞ്ഞുകൊണ്ട് ലിസ്റ്റ് ഇട്ടേക്കാണ്. ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒരു നാടകം നടത്തും, എന്നിട്ട് അതിന്റെ പേരിൽ അവര് തുരുതുരുതുര ഇങ്ങനെ ലിസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതിന് അംഗീകാരം INC-യുടെ ആവശ്യമില്ല, പിന്നെ എന്തിനാണ് ഇത് എടുത്തു വെക്കുന്നതെന്ന്. ഈ ചോദ്യം ചോദിക്കുന്നവരെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത് എടുത്തു വെച്ചോണ്ടിരിക്കുന്നത്. അതായത് ഒരു സൈഡിൽ നിന്ന് പേരൻസ്, മറ്റൊരു സൈഡിൽ നിന്ന് ലോണിനെ ബേസ് ചെയ്തിട്ട് ബാങ്കിങ് മാനേജർ, അതേപോലെ തന്നെ നാട്ടില് കുറെ ആൾക്കാർ, ഇവരിങ്ങനെ അഡ്മിഷൻ എടുക്കാൻ നിൽക്കുന്ന കുട്ടികളെയും അതേപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെയും ഇത് പറഞ്ഞിട്ട് ഒരുപാട് വേവലാതിപ്പെടുത്തുന്നുണ്ട്. നിയമപ്രകാരം ഇപ്പം ഇന്ത്യൻ അനുശാസിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നിലവിലുള്ള നിയമം അല്ലെങ്കിൽ നിയമനിർമ്മാണം അത് നടപ്പാക്കുന്നതിനകത്തൊക്കെ ജുഡീഷ്യറിക്കുള്ള പങ്ക് എത്രത്തോളം ആണെന്ന് അറിയാമല്ലോ. ഏറ്റവും വലിയ പരമോന്നതമായിട്ടുള്ള ആ ഒരു നീതി നടപ്പാക്കുന്ന അല്ലെങ്കിൽ വിധി പറയുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ് ഇന്ത്യയിലെ. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ഒരു വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് INC-ക്ക് അംഗീകാരമില്ല, അല്ലെങ്കിൽ INC എന്ന് പറയുന്നതിന് ഇതിനകത്ത് ഒരു റോളും ഇല്ല എന്നാണ്. അവരുടെ നിയമപ്രകാരമല്ല. അതാത് യൂണിവേഴ്സിറ്റി ഏതാണോ ആ യൂണിവേഴ്സിറ്റിയുടെ നിയമവും അതാത് സ്റ്റേറ്റിന്റെ നേഴ്സിംഗ് കൗൺസിൽ, അതിപ്പോ കേരളമാണെങ്കിൽ കേരള നേഴ്സിംഗ് കൗൺസിൽ, അല്ലെങ്കിൽ തമിഴ്നാടാണെങ്കിൽ തമിഴ്നാട് നേഴ്സിംഗ് കൗൺസിൽ, അല്ലെങ്കിൽ കർണാടക ആണെങ്കിൽ കർണാടക, ആന്ധ്രയെങ്കിൽ ആന്ധ്ര, അങ്ങനെ അതാത് നേഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം. അതേപോലെ തന്നെ പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി, അതിപ്പോ കേരളത്തിലാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ തമിഴ്നാട്ടിലാണെങ്കിൽ MGR യൂണിവേഴ്സിറ്റി, കർണാടകയിലാണെന്നുണ്ടെങ്കിൽ ഇത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി, അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളുടെ അംഗീകാരവും മാത്രം മതി. ഈ രണ്ട് അംഗീകാരത്തിനപ്പുറം INC-ക്ക് ഒരു ഇതുമില്ല. അതിന്റെ ചുവട് വെച്ചിട്ട് ഇപ്പോൾ കർണാടക ഹൈക്കോടതി ഇതിനെതിരെ കോടതി അലക്ഷ്യത്തിന് കേസ് കൊടുത്തു. അതേപോലെ തന്നെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി, കർണാടക മെഡിക്കലില് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഇത് വെച്ചിട്ട് സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. അതാണ് നിലവിലെ സിറ്റുവേഷൻ. ഇത് എല്ലാരെയും ഒന്ന് അറിയിക്കണം എന്ന് എനിക്ക് ഇതിന്റെ പുതിയൊരു സർക്കുലർ വന്നപ്പോൾ തന്നെ തോന്നി. കാര്യം വേറൊന്നും കൊണ്ടും അല്ല, വീണ്ടും 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 ഇപ്പം INC അങ്ങനെ അംഗീകാരം ഉള്ളത് നമുക്കൊരു പുട്ടിന്റെ ഒരിത്തിരി പീരി എന്ന് പറയുന്ന പോലത്തെ ഒരു കാര്യമേ ഉള്ളൂ. കാര്യം INC അംഗീകാരം എടുക്കുന്ന പ്രൊസീജിയറൊക്കെ ഇപ്പൊ ഒരു പ്രസന്റ് രീതിയിലോട്ടൊക്കെയാണ് നടക്കുന്നത്. അതെന്തേലും ആയിക്കോട്ടെ, മാറ്റം. അതിനോടൊപ്പം തന്നെ ഈ കാര്യങ്ങള് ഇത് ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാമെന്നല്ലാതെ കുട്ടിയുടെ ഭാവിയെ ബേസ് ചെയ്തിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും ജോലി പോകുന്നതിനെ ബേസ് ചെയ്തിട്ടോ ഒരു സുപ്രീം കോടതി, അതായത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള പറയുന്ന നീതിപീഠം പറയുന്ന ഒരു വിധിക്ക് അപ്പുറത്തോട്ട് സംസാരിക്കാൻ ആരുമല്ല. സത്യം പറഞ്ഞ കോടതി അലക്ഷ്യത്തിന് ഈ നാട്ടിലെ എല്ലാ ബാങ്കുകാരും, പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ ബാങ്കുകാരെയും, അതേപോലെ തന്നെ ഇതിനെതിരെ സംസാരിക്കുന്ന എല്ലാവർക്കും എതിരെ കേസെടുക്കണമെന്ന് ഞാൻ പറയും. കാര്യം വെറുതെ ഇരുന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന വെച്ചിട്ട്, പണ്ട് അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു, അത് സത്യമാണ്, പണ്ടൊരു നിയമം ഉണ്ടായിരുന്നു. പക്ഷെ ആ നിയമം അത് അങ്ങനെ അല്ലാതായിട്ട് ഇപ്പൊ 7 വർഷമായി, എന്നിട്ട് ഇപ്പോഴും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വിധിയുടെ പകർപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് വേണം എന്ന് താല്പര്യമുള്ള ഇത് വേണം എന്നുള്ളിടത്ത് പഠിച്ചോ. പക്ഷെ ഇത് ഇല്ലാത്തടത്ത് പഠിക്കുന്നവർക്ക് ഒരു പ്രശ്നവുമില്ല നിലവിൽ. പക്ഷെ അവർക്ക് മറ്റ് 2 കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അതായത് സ്റ്റേറ്റ് കൗൺസിൽ, അത് അവര് ഇപ്പം കേരളത്തിലാണെങ്കിൽ കേരള നേഴ്സിംഗ് കൗൺസിൽ അവര് കൃത്യമായിട്ട് വാല്യൂ ചെയ്തിട്ടാണ് അംഗീകാരം കൊടുക്കുന്നത്. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി കൃത്യമായിട്ട് വാല്യൂ ചെയ്തിട്ടാണ് അതാത് വർഷം അംഗീകാരങ്ങൾ കൊടുക്കുന്നത്. അതിനെല്ലാം അനുസരിച്ചാണ് നേഴ്സിംഗ് കൗൺസിലിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം മൂവ് ചെയ്യുന്നത്. അതിന്റെ ഇടയ്ക്ക് വെളിയിൽ നിന്ന് ഒരു ബോർഡിന്റെ കൂടെ ഒരു ഇത് വേണം, അവരെ കൂടെ പ്രീതിപ്പെടുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ്. പല കോളേജുകളും ഇപ്പൊ ഈ INC ലിസ്റ്റിൽ വന്നിട്ടുള്ള പല കോളേജുകളും ചെറിയ സൗകര്യങ്ങൾ വെച്ചിട്ട് അമിതമായിട്ടുള്ള ഫീസ് ഈടാക്കുന്നുണ്ട്. എന്നാൽ ഇത് കിട്ടാത്ത ആൾക്കാര്, ബാക്കി 2 കാര്യം സാറ്റിസ്ഫൈഡ് ആയവര് ഒരുപാട് ക്രൂശിക്കപ്പെടുന്നുണ്ട്. കാര്യം നിയമപ്രകാരം നിയമപ്രകാരം നമുക്ക് അവരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റത്തില്ല. എന്റെ മക്കളെ INC ഇല്ലാത്ത കോളേജിൽ പഠിപ്പിച്ചെന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ പറ്റത്തില്ല, ഒരു കാരണവശാലും പറ്റത്തില്ല. കാര്യം ഓൾറെഡി അങ്ങനത്തെ വിധിയുണ്ട്.
ഓൾറെഡി അങ്ങനെ ഒരു വിധിയുണ്ട്. വിധി ഉള്ളതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അവരെ ഇത് ചെയ്യാനോ അല്ലെ ലീഗലി മൂവ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. പിന്നെ ഇങ്ങനെ വെറുതെ ഇട്ട് ക്രൂശിക്കാവുന്നതേ ഉള്ളൂ, വെറുതെ കുറ്റപ്പെടുത്താവുന്നതേ ഉള്ളൂ. അപ്പം ദയവ് ചെയ്ത് പേരൻസ് ആണെങ്കിലും നിങ്ങൾ ഈ വിധി പ്രയോഗം നിങ്ങൾക്ക് അത് കിട്ടും. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ് നിലവില്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അതിന് പ്രശ്നം കൊടുക്കാതിരിക്കുക. നിങ്ങൾക്ക് അതുള്ളിടത്ത് തന്നെ പഠിപ്പിച്ചാൽ മതി, അതുള്ളത് നോക്കി പഠിപ്പിച്ചോ. ഇല്ലാത്തവരെ ആവശ്യമില്ലാതെ അത് എന്തോ കുറവാണ് എന്ന് പറഞ്ഞ് പേടിപ്പിക്കാതിരിക്കുക. അത് തെറ്റായ ഒരു അറിവാണ്. ഈ ശരിയായ അറിവ് എല്ലാവരിലേക്കും എത്തിക്കുക. ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, നിലവിലെ സാഹചര്യത്തിൽ 2017-18 കാലഘട്ടങ്ങൾ തൊട്ട് തന്നെ അന്ന് ആ ഒരു ടൈമിലാണ് ഇതിന് വിധി വന്നത്. കറക്റ്റ് ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല. അപ്പം ആ ഒരു ടൈം തൊട്ട് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിന് അംഗീകാരം ഇന്ത്യയിൽ ഒരു നേഴ്സിംഗ് കൗൺസിലിനും ആവശ്യമില്ല, അല്ല നേഴ്സിംഗ് കോളേജിനും ആവശ്യമില്ല. അത് പ്രകാരമല്ല കുട്ടികൾ ഭാവിയോ കാര്യങ്ങളോ ഒന്നും ബാധിക്കത്തില്ല. നിലവിൽ ഇപ്പോൾ കർണാടക ഹൈക്കോടതി അതിനെതിരെ ഒരു കോടതി അലക്ഷ്യത്തിന് INC കണ്ടിന്യൂസ് ലിസ്റ്റ് ഇടുന്നുണ്ട് തന്നെ കോടതി അലക്ഷ്യത്തിന് കേസ് ഫയൽ ചെയ്തേക്കാണ്. എന്റെ ഒരു റിക്വസ്റ്റ് ഞാൻ ഒന്നുകൂടെ പറയാം, ഈ നാട്ടിലെ ബാങ്കുകാരെയും അതേപോലെ തന്നെ ഇത് ബാക്കി സംസാരിക്കുന്നവരെ അതിനകത്തോട്ട് പറ്റുമെങ്കിൽ ഒന്ന് പ്രതികരിക്കുക. സർക്കാസമായിട്ടൊന്നും അല്ല കാര്യം, അമ്മാതിരി തരത്തിലുള്ള ഒരു പ്രശ്നം അതിനകത്ത് വരുന്നുണ്ട്. അപ്പം ഇതാണ് നിലവിലെ സിറ്റുവേഷൻ. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഇത് പ്രകാരം, ഇത് ആവശ്യമില്ല എന്ന പ്രകാരം ഒരു സർക്കുലറും ഇപ്പം ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ന്യൂസ് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ, ഇനി അഡ്മിഷൻ എടുക്കാതിരിക്കുന്ന കുട്ടികളെയും, അഡ്മിഷൻ എടുത്തിട്ട് ഇപ്പൊ കോളേജ് കയറാനിരിക്കുന്ന കുട്ടികൾക്കും ഈ ന്യൂസ് ദയവ് ചെയ്തൊന്ന് ഷെയർ ചെയ്യുക. ഇനി ഇതുപോലുള്ള ന്യൂസുകൾ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.